കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥർ മുഖേന അത് നൽകി വരുന്നു. വിവിധയേറെ പരിശീലനങ്ങൾ നേടിയ ഒരു കുട്ടിയാണ് ജയശ്രീ. കോഴി വളർത്തൽ, കാട വളർത്തൽ, പുഷ്പകൃഷി, മത്സ്യകൃഷി, കൂൺ കൃഷി, പച്ചക്കറി കൃഷി, ഇങ്ങനെ നിരവധി ട്രെയിനിങ്ങുകൾ കിട്ടിയതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ വരെ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ ശ്രദ്ധയോടുകൂടി ചെയ്യാൻ ജയശ്രീക്ക് കഴിയുന്നുണ്ട്. ഔഷധ സസ്യങ്ങളുടെ വളർത്തുന്നതിൻ്റെ കാര്യത്തിലായാലും അവ ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും വളരെയേറെ കൃത്യത പുലർത്തി ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ ആ സാങ്കേതിക വിദ്യകളിലൂടെ ചെയ്യുവാൻ ജയശ്രീ ശ്രമിക്കാറുണ്ട്. കൃഷിയോടൊപ്പം അനുബന്ധ മേഖലയിലൂടെ ജയശ്രീയുടെ താല്പര്യം കണ്ട് കാർഷിക സർവകലാശാലയുടെ കരമനയുള്ള ക്രോപ്പിംഗ് സിസ്റ്റം റിസർച്ച് സെൻറ്ററിൽ നടത്തുന്ന ഒരു ഗവേഷണ പദ്ധതിയുടെ ഒരു ഭാഗമാക്കാൻ ഞങ്ങൾക്ക് ജയശ്രീ നിർദ്ദേശിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവയിലൂടെ ജയശ്രീക്ക് കൂടുതൽ നേട്ടങ്ങൾ, കൂടുതൽ സാമ്പത്തിക സഹായം ലഭ്യമാക്കുവാനും ഇതുമൂലം കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു സഹായം എന്ന് പറയുന്നത് ജയശ്രീ പുറത്തേക്ക് പോകാതെ ഇവിടേക്ക് തന്നെ ആൾക്കാർ വന്ന് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുവാൻ തക്കവണ്ണം ഉള്ള ഒരു ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഇപ്പം മുരിങ്ങയില, അകത്തി ചീര, ചെക്കുർമാനസ്, പച്ചമുളക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് നേരിട്ട് തന്നെ വന്ന് കളക്ട് ചെയ്യാനും വാങ്ങാനും ഉള്ളൊരു സൗകര്യം ജയശ്രീ നൽകുന്നുണ്ട്. എല്ലാ മേഖലയിലും ഒന്ന് കൈവയ്ക്കണമെന്നാണ് ജയശ്രീയുടെ അഭിപ്രായം. വിവിധ ഇനം ഓർക്കിഡുകൾ, റോസ്, ചെമ്പകം എന്നിവയും ഈ പറമ്പിലുണ്ട്. സൂര്യനെ നോക്കി വിടർന്നു വരുന്ന നീലാമ്പൽ കണ്ടില്ലേ? ടെറസിന് മുകളിലേക്കും ജയശ്രീയുടെ കൃഷി വ്യാപിച്ചിരിക്കുന്നു. ടെറസിൽ പ്രത്യേകം തയ്യാറാക്കിയ ഷെഡിൽ കൂൺ കൃഷി ചെയ്തിരിക്കുന്നു. കൃഷി ചെയ്യാൻ ഇടമില്ലേ? ഇതാ ഹാങ്ങിങ് പോട്ട് കൃഷിരീതിയും ജയശ്രീ ഇവിടെ പ്രായോഗികമാക്കിയിരിക്കുന്നു. എന്തിനു കുറയ്ക്കുന്നു? ഉള്ളയിടത്ത് അത്യാവശ്യം ശുദ്ധജല വളർത്തു മത്സ്യകൃഷിക്കും ജയശ്രീ ഇടം നൽകിയിരിക്കുന്നു. സിലോപ്പിയയും കരിമീനുമാണ് ഇപ്പോഴുള്ളത്. കൃഷിക്ക് ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. അതിനായി മണ്ണിര കമ്പോസ്റ്റും ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. കൂട്ടത്തിൽ പിക്കിൾ, ഓറഞ്ച് സ്ക്വാഷ് എന്നിവയും തയ്യാറാക്കി വിൽക്കുന്നുണ്ട് ജയശ്രീ. ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ നിന്നും ആൾക്കാർ നേരിട്ടെത്തി ഇവിടെ നിന്നും പച്ചക്കറികളും മുട്ടയും കോഴിയും വാങ്ങാറുണ്ട്. അധ്വാനശീലർക്ക് സംതൃപ്തി. ജയശ്രീയുടെ ഈ കർമ്മധീരത ഏതൊരു കുടുംബിനിക്കും ശക്തിയും പ്രചോദനവും പകരുമാറാകട്ടെ. കൂടുതൽ വിവരങ്ങൾക്കായി ജയശ്രീ KG, ഫോൺ 8891965165. ട്യൂബർ ഫുഡ് ഫെസ്റ്റ് 2015. തിരുവനന്തപുരം ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ സ്ഥാപനം വിവിധ സംസ്ഥാനങ്ങളിലെ കിഴങ്ങുവർഗ വിഭവങ്ങളെ പരിചയപ്പെടുത്തുന്നതിലേക്ക് ട്യൂബർ ഫുഡ് ഫെസ്റ്റ് 2015 തിരുവനന്തപുരം കനകക്കുന്നിൽ നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഈ സംരംഭത്തെപ്പറ്റി ട്യൂബർ ഫെസ്റ്റ് 2015 കൺവീനറും സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോജക്ട് കോർഡിനേറ്ററുമായ ഡോക്ടർ ജെയിംസ് ജോർജ് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ സ്ഥാപനത്തിൻ്റെയും കേരള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറിൻ്റെയും കേരള ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റെയും ആഭിമുഖ്യത്തിൽ നവംബർ മാസം 24-25 തീയതികളിൽ കനകക്കുന്ന് കൊട്ടാര വളപ്പിൽ വെച്ച് ഒരു ട്യൂബർ ഫെസ്റ്റ് 2015 എന്ന പേരിൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം നടത്തുന്നത്. കിഴങ്ങ് വർഗ്ഗങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ വളരെ പ്രശസ്തമായ കപ്പ, കാച്ചിൽ, ചേന, ചേമ്പ് ഇത്യാദി വിളകളുടെ വിഭവങ്ങൾ മറ്റ് എക്സിബിഷനിൽ വെച്ചൊക്കെ ഫുഡ് സ്റ്റോളുകളിൽ സാധാരണ കിട്ടാറുണ്ട്. എന്നാൽ ഇന്ത്യയിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏതാണ്ട് 20 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ പറഞ്ഞ കിഴങ്ങുവർഗ വിളകളുടെ വിഭവങ്ങൾ
അതിൻ്റെ ഒരു എക്സിബിഷനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കേരളത്തിൽ സാധാരണയായിട്ട് നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ പുഴുങ്ങി തിന്നാറാണുള്ളത്. കപ്പ, കാച്ചിൽ, ചേന ഇവയൊക്കെ തനിച്ചോ അല്ലെങ്കിൽ കൂട്ടായിട്ടോ പുഴുങ്ങി തിന്നുന്ന ഒരു സമ്പ്രദായം വളരെ പണ്ട് മുതൽ തന്നെ കേരളത്തിലുണ്ട്. എന്നാൽ ഇതര സംസ്ഥാനങ്ങളിൽ അവർ ഉപയോഗിക്കുന്നത് ഇങ്ങനെയല്ല. പല സംസ്ഥാനങ്ങളിലും പല രീതികളിലാണ് കിഴങ്ങ് വർഗ്ഗങ്ങളുടെ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം ഒരു സ്റ്റേറ്റിൽ ഉള്ള കിഴങ്ങ് വർഗ്ഗ കൃഷിക്കാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ സംരംഭകർക്ക് മറ്റ് സ്റ്റേറ്റിൽ എങ്ങനെയാണ് ഈ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്, അവരെങ്ങനെയാണ് പാചകം ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് ഒരു പൊതു അറിവ്, ഒരു വിജ്ഞാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഈസ്റ്റേൺ UP, അതുപോലെ വെസ്റ്റ് ബംഗാൾ, ഈ സംസ്ഥാനങ്ങളിലൊക്കെ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത് ചേനയാണ്. ചേന, ചേമ്പ്, ഈ 2 വിളകളാണ് ഏറ്റവും കൂടുതലായിട്ട്. അതോടൊപ്പം തന്നെ മധുരക്കിഴങ്ങും. ഇതിൽ ചേനയ്ക്ക് പല വിധത്തിലുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്. ബീഹാറിൽ നിന്ന്, പറ്റ്നയിൽ നിന്ന് ഒരു ചൗധരി പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഏതാണ്ട് 72 ഇനങ്ങൾ ചേനയിൽ ഉൽപ്പന്നങ്ങൾ അദ്ദേഹം ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ ഒരു എക്സിബിറ്റ്സും ഇതിനോടൊപ്പം ഉണ്ടാകുന്നതായിരിക്കും. എന്നാൽ പടിഞ്ഞാറൻ പ്രദേശങ്ങളായ പ്രത്യേകിച്ചും ഗുജറാത്ത്, രാജസ്ഥാൻ, ഈ സംസ്ഥാനങ്ങളിൽ നമ്മുടെ ശീമച്ചേമ്പ് അല്ലെങ്കിൽ പാൽച്ചേമ്പിൽ നിന്നുള്ള നല്ല വിഭവങ്ങൾ, ഒരുപക്ഷെ നമ്മൾ ആരും തന്നെ ഇവിടെ കേരളത്തിൽ ഉപയോഗിക്കാത്ത പ്രത്യേക ഉൽപ്പന്നങ്ങൾ, വിഭവങ്ങൾ അവരുണ്ടാക്കാറുണ്ട്. പത്ര എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രിപ്പറേഷനുണ്ട്. അത് വിദേശത്തോട്ട് അവർ കയറ്റുമതി വരെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്കറിയാത്ത, കേരളത്തിലെ മലയാളികൾക്ക് പരിചിതമല്ലാത്ത ധാരാളം വിഭവങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നിന്ന് ഈ നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് നിശ്ചയമായിട്ടും ഈ എക്സിബിഷൻ നിമിത്തം കേരളീയർക്കായ അല്ലെങ്കിൽ കേരളീയരായ നമുക്ക് അത് വളരെയധികം പ്രയോജനമുണ്ടാകും. നമ്മുടെ നിലവിലുള്ള നാടൻ പ്രിപ്പറേഷൻ്റെ അപ്പുറത്തായിട്ട് മറ്റു സംസ്ഥാനങ്ങളിലെ വിഭവങ്ങൾ അവരതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് പഠിക്കുവാനും പരിശീലിക്കുവാനുമുള്ള ഒരു നല്ല വേദിയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. അവിടെ ഓരോ സ്റ്റോളിലും അവരുടെ റെസിപ്പി എക്സിബിറ്റ് ചെയ്തിരിക്കും. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്നുള്ളതിനെക്കുറിച്ചുള്ള ചാർട്ട് അവിടെ ഉണ്ടായിരിക്കും. ഇതിനകം മരച്ചീനിയിൽ നിന്നും പാസ്റ്റ, ടപ്യോക്ക, ന്യൂട്രി ചിപ്സ് വിത്ത് എഗ്, വിവിധയിനം പപ്പടങ്ങൾ, ചിപ്സ്, പക്കാവട, ടപ്യോക്ക നൂഡിൽസ് എന്നിങ്ങനെ റെഡി ടു കുക്ക്, റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങളിലായി 40ഓളം മൂല്യവർദ്ധിത ഇനങ്ങൾ ഇവിടെ നിന്നും വിപണിയിലിറക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആകമാനമുള്ള വിവിധയിനം കിഴങ്ങുവർഗ്ഗങ്ങളുടെ ഗുണങ്ങളെ പരിചയപ്പെടുത്തുക, ഉപയോഗം മെച്ചപ്പെടുത്തുക, കിഴങ്ങുവിളകൾക്ക് പ്രചാരം നൽകുക എന്നിവയാണ് ഈ ഗവേഷണ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം.